ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിക്കാറുള്ള വിഷയം അല്ലെങ്കിൽ നമ്മൾ എല്ലാ ശനിയാഴ്ചയും സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. നമ്മൾ അറ്റോർണി ജനറലിന്റെ ഓഫീസ്, ഈ സോളിസിറ്റർ ജനറലിന്റെ ഓഫീസ്, അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ്, ഇലക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് കമ്മീഷനുകളെ കുറിച്ചൊക്കെ നമ്മളുടെ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തെ കുറിച്ചാണ്. ആ സ്ഥാപനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെങ്കിൽ UPSC എന്ന് പറയുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഇപ്പൊ CAGയുടെ ഓഫീസ് ആണെങ്കിൽ ഭാഗം 5 പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് ആണെങ്കിൽ ഭാഗം 6 ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ 15 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ഭാഗം 9 അങ്ങനെ ഭാഗം ഏത് ഭാഗത്തിലാണ് എന്ന് നമ്മൾ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞപ്പോ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC എന്ന് പറയുന്ന സ്ഥാപനത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 എന്ത് ചെയ്തിരിക്കുന്നത്? പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തിലാണ്? ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നത്. ഏത് ആർട്ടിക്കിളുകൾ, അതായത് ആർട്ടിക്കിൾ 315 മുതൽ ആർട്ടിക്കിൾ 323 വരെ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 14 ആർട്ടിക്കിൾ 315 മുതൽ ആർട്ടിക്കിൾ 323 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പ്രധാനപ്പെട്ട 2 ആർട്ടിക്കിളുകൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 ആർട്ടിക്കിൾ 315 പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്ത് വേണം? ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ വേണമെന്ന് അല്ലെങ്കിൽ ഉണ്ടാകണമെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ 315 എന്ന് പറയുന്നത്. ഇത് UPSCയെ കുറിച്ച് മാത്രമല്ല ആർട്ടിക്കിൾ 315 പറയുന്നത്, സംസ്ഥാന PSCകളെ കുറിച്ചും ആർട്ടിക്കിൾ 315 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. പക്ഷെ UPSC എന്ന് ചോദിച്ചാലും PSC എന്ന് ചോദിച്ചാലും എന്താണ് ഉത്തരം? ആർട്ടിക്കിൾ 315 അതാണ് ഇവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 315 പറയുന്നു കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്ത് വേണം? പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം. ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ് എന്നറിയുന്നവരാണ് നിങ്ങളെല്ലാവരും. അതായത് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റുകളിലേക്ക് ആളുകളെ നിയമിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? UPSC എന്ന് പറയുന്നത്. അത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ SPSC ആണ്. അതായത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും സംസ്ഥാനങ്ങളിൽ നിയമനം നടത്തുക. ഇപ്പൊ നിങ്ങൾ നിങ്ങൾ LD ക്ലർക്ക് ആകുന്നത് എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്? PSC വിജ്ഞാപനം പുറപ്പെടുവിച്ച LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾ അല്ലെങ്കിൽ അത് പാസ്സാകുന്നതോടുകൂടി ആ പരീക്ഷ കവർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തായി മാറും? ഒരു ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിക്കും. ഇങ്ങനെ അവർക്ക് ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ള കടമ നിർവഹിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 315. അത് UPSCയെ കുറിച്ച് മാത്രമല്ല പ്രതിപാദിക്കുന്നത്, മറിച്ച് സ്റ്റേറ്റ് PSCകളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്?
ഈ ആർട്ടിക്കിൾ 315 പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ആർട്ടിക്കിൾ 315 എന്ത് പറയുന്നു? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും എന്ത് വേണം? പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്ന് പ്രതിപാദിക്കുന്നു. ഇനി തൊട്ടടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 320 നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 320 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 320 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകൾ, കടമകൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 315 എന്ന് പറയുന്നത്. 315 അല്ല 320 എന്ന് പറയുന്നത്. രണ്ട് ആർട്ടിക്കിളുകൾ നമ്മൾ പഠിച്ചു. ആർട്ടിക്കിൾ 315, ആർട്ടിക്കിൾ 320. ആർട്ടിക്കിൾ 315 എന്തിനെ കുറിച്ച് പറയുന്നു? ആർട്ടിക്കിൾ 315 പറയുന്നു കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്ത് വേണം? പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 315. ഈ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചുമതല, കടമകൾ എന്തായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 320 ആണ്. ആർട്ടിക്കിൾ 320 രണ്ടും പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. ഇനി ഈ പറയുന്ന UPSC അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് എന്തെന്ന് പറയുന്നത് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം. എന്താണ്? വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം. മെറിറ്റ് സിസ്റ്റത്തിന്റെ കാവൽ നായ എന്നൊക്കെ അറിയപ്പെടുന്ന ഭരണഘടനാ സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് എന്തെന്ന് പറയുന്നത് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നുള്ളത്. എന്താണ്? വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം എന്നുള്ളത്. ഇനി പ്രധാനമായിട്ടും ഇനി നമ്മൾ എന്താണ്, നമ്മൾ എല്ലാ കമ്മീഷനുകൾ പഠിക്കുമ്പോഴും അതിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകും എന്ന് പഠിക്കും, ഇവരെ ആരാണ് നിയമിക്കുന്നത് എന്ന് പഠിക്കും. അതും എന്താണ് ഇവിടെയും നമ്മൾ എന്താണ് അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. UPSCയിൽ അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? എന്താണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങൾ വേണമെന്ന ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് ചെയ്യുന്നില്ല? പ്രതിപാദിക്കുന്നില്ല. എന്താണ്? അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങൾ, ഇത്ര അംഗങ്ങൾ വേണം. ഇപ്പോ നമ്മൾ എന്താണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് ഒരു കമ്മീഷണറും 2 അംഗങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചെയർമാനും 4 അംഗങ്ങളും ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെയുള്ള ഒരു ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന UPSCയിൽ എത്ര അംഗങ്ങൾ ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ അത് എവിടെ പറയുന്നില്ല. അത് ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരു നമ്പർ പറയുന്നില്ല. മറിച്ച് അത് പ്രസിഡന്റിനെ തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ഇന്ന് നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 9 മുതൽ 11 വരെ അംഗങ്ങളാണ് മിക്കവാറും UPSC അംഗങ്ങളായിട്ട് ഉണ്ടാവുക. അപ്പോ ഇവരുടെ യോഗ്യതകളെ കുറിച്ചൊന്നും എന്താണ് കൃത്യമായിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും തന്നെ എന്ത് ചെയ്യുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് UPSCയിലേക്ക് അല്ലെങ്കിൽ UPSC അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിലുള്ള പകുതി അംഗങ്ങളെങ്കിലും, അതായത് ഒരു 10 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ 5 അംഗങ്ങളെങ്കിലും എന്തായിരിക്കണം? 5 അംഗങ്ങളെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു 10 വർഷമെങ്കിലും എവിടെ? കേന്ദ്ര ഗവൺമെന്റിലോ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലോ ജോലി ചെയ്തിട്ടുള്ള ആളുകളെ ആയിരിക്കണം എന്തായിട്ട് എടുക്കേണ്ടത്? UPSC അംഗങ്ങളായിട്ട് എടുക്കേണ്ടത്. അപ്പോ കമ്മീഷനിൽ എന്താണ് അംഗങ്ങൾക്ക് കുറഞ്ഞത് 10 വർഷം ഇന്ത്യ ഗവൺമെന്റിന് കീഴിലോ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലോ എന്താണ് സ്ഥാനങ്ങൾ വഹിച്ചിരിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, എന്ന് മാത്രമേ ഇന്ത്യയുടെ ഭരണഘടനയിൽ പറയുന്നുള്ളൂ. അതിന്റെ നമ്പർ ഒന്നും എവിടെ പറയുന്നില്ല, ഭരണഘടനയിൽ പറയുന്നില്ല. അത് തീരുമാനിക്കാനുള്ള അധികാരം ആർക്ക് വിട്ടു നൽകുന്നു? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് വിട്ടു നൽകുന്നു. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ UPSC ചെയർമാനെയും അതിന്റെ അംഗങ്ങളെയും നിശ്ചയിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. UPSC അംഗങ്ങളെയും
അതിന്റെ ചെയർമാനെയും നിശ്ചയിക്കുന്നത് ആരാണ്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അപ്പോ ഇപ്പോ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തി, UPSC ചെയർമാൻ ആയിട്ടുള്ള വ്യക്തി എന്താണ്, അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒഴിവ് വന്നു, ഇപ്പോ മരണം ഒരു കാരണമാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം എന്താണ് എവിടെയെങ്കിലും യാത്രയിലാണ്, അല്ലെങ്കിൽ അസുഖത്തിന് ചികിത്സയിലാണ്, ഇത്തരം സമയങ്ങളിൽ എന്താണ് UPSCയുടെ എന്താണ് മീറ്റിങ്ങുകൾ കൂടേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്കൊരു ആക്ടിംഗ് ചെയർമാൻ ആവശ്യം വരും. എന്താണ്? ഒരു ആക്ടിംഗ് ചെയർമാനെ ആവശ്യം വരും. ഈ ആക്ടിംഗ് ചെയർമാനെ തെരഞ്ഞെടുക്കുന്നതും ആരാണ്? രാഷ്ട്രപതി തന്നെയാണ്. എന്താണ്? UPSCയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയാണ്. UPSCയുടെ ആക്ടിംഗ് ചെയർമാനെയും തെരഞ്ഞെടുക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയാണ്. ഇനി ഈ ചെയർമാനും അതിലെ അംഗങ്ങൾക്കും എന്തുണ്ട്? ഈ ചെയർമാനും അതിന്റെ അംഗങ്ങൾക്കും ഒരു കാലയളവ് ഉണ്ടാകും. എന്താണ്? ചെയർമാനും അംഗങ്ങൾക്കും എന്തുണ്ടാകും? ഒരു കാലാവധി ഉണ്ടാകും. ഈ UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാന്റെയും അതിലെ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എന്താണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇതിലേതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോ UPSC ചെയർമാന്റെ അതിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? അത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇതിൽ ഏതാണോ ആദ്യം എന്നുള്ളതാണ് പരിഗണിക്കുക. ഇനി സ്വാഭാവികമായിട്ടും നിയമനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവരുടെ രാജിയെ കുറിച്ചും പിന്നെ എന്തിനെ കുറിച്ചും പറയും? ഇവരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അതിന്റെ അംഗങ്ങളും അവരുടെ രാജി സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? അവരുടെ രാജി സമർപ്പിക്കുന്നത് പ്രസിഡന്റിന് തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഇവരെ നീക്കം ചെയ്യുന്നതിനുള്ള പരമമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ എന്താണ്? നിക്ഷിപ്തമാണ്. അതായത് UPSC ചെയർമാനെയും അതിന്റെ അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? നീക്കം ചെയ്യുന്നതും ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയാണ്. അപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവരെ നീക്കം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോ ഒരു കമ്മീഷൻ അംഗമോ അല്ലെങ്കിൽ ചെയർമാനോ ആരും തന്നെ ആകട്ടെ ഇവര് പാപ്പരാകുകയാണ്, ഇൻസോൾവെന്റ് ആകുകയാണ് എന്ന് കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവരെന്താക്കും? ഇവര് പിന്നീട് ആ സ്ഥാനത്ത് തുടരുവാനായിട്ട് അർഹരല്ല. മാത്രമല്ല ഔദ്യോഗിക ഈ പറയുന്ന ശാരീരികവും മാനസികവുമായിട്ട് എന്താണ് ഇവർ ഈ പദവിയിൽ എന്താണ് ഇരിക്കാൻ ഒരു അയോഗ്യതയുള്ളവരാണ് എന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാലും എന്ത് ചെയ്യാം സാധിക്കും? ഈ പറയുന്ന അംഗങ്ങളെ അവിടെ നിന്ന് നീക്കം ചെയ്യുവാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ഇവർ ഈ പദവിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് കരുതുക. ഇവർ ഈ പദവിയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരു ജോലി ചെയ്യുകയോ അതിന്റെ പ്രതിഫലമൊക്കെ സ്വീകരിക്കുകയോ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന അംഗങ്ങളെയും ചെയർമാനെയും ഈ പറയുന്ന ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും, രാഷ്ട്രപതിക്ക് സാധിക്കുന്നതാണ്. പിന്നെയുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്താണ്? ഒരു ദുസ്വഭാവം ഇവരുടെ അല്ലെങ്കിൽ ഒരു ആരോപണം, സ്വഭാവം സംബന്ധിച്ചതാണ് ഒരു ആരോപണം ഉണ്ടാകുന്നു, ഒരു പെരുമാറ്റ ദൂഷ്യം ഇവരുടെ മേലെന്താണ് ആരോപിക്കപ്പെടുന്നു എന്ന് കരുതുക. ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യുന്നത് രാഷ്ട്രപതി എന്ത് ചെയ്യും? സുപ്രീം കോടതിയോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ പറയും. സുപ്രീം കോടതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് എന്ത് ചെയ്യും? ഈ അംഗങ്ങളെയോ ചെയർമാനെയോ നീക്കം ചെയ്യുവാനും എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് അധികാരമുണ്ടായിരിക്കും. ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ അംഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്തു നിർത്തുവാനും രാഷ്ട്രപതിക്ക് കഴിയും. സുപ്രീം കോടതിയുടെ എന്താണ്? സുപ്രീം കോടതിയുടെ ആ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും? ഈ അംഗങ്ങളെ നീക്കം ചെയ്യുവാനും രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യും? സാധിക്കുന്നതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഇവർ ഈ കമ്മീഷൻ ചെയർമാനോ കമ്മീഷൻ അംഗങ്ങളോ ആയിരിക്കുമ്പോൾ എന്താണ് മറ്റൊരു ജോലി ചെയ്യുന്നു, അതിന് പ്രതിഫലം പറ്റുന്നു, അതുകൊണ്ടാണ് അവരെ മാറ്റുന്നത് എന്ന് പറഞ്ഞു. അപ്പോ മറ്റൊരു ചോദ്യം വരാം, അതായത് ഈ പറയുന്ന UPSC ചെയർമാനോ അതിലെ അംഗങ്ങൾക്കോ എന്താണ് അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം, അതായത് UPSC ചെയർമാന്റെ കാലാവധി കഴിഞ്ഞു അല്ലെങ്കിൽ UPSC അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞു,
ഇതിന് ശേഷം മറ്റേതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള പദവികൾ വഹിക്കുവാൻ കഴിയുമോ, അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രതിഫലം കൈപ്പറ്റി വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. അതായത് ചെയർമാനും കമ്മീഷൻ അംഗങ്ങൾക്കും അവരുടെ കാലാവധിക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ മറ്റു പദവികൾ വഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതായത് ചെയർമാനും കമ്മീഷൻ അംഗങ്ങൾക്കും അവരുടെ കാലാവധി പൂർത്തിയായതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റില്ല? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ മറ്റു പദവികളൊന്നും വഹിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ UPSC അംഗങ്ങൾക്ക് വേണമെങ്കിൽ എന്തായിട്ട് മാറാം? UPSC അംഗങ്ങൾക്ക് എന്തായിട്ട് മാറാം? UPSC ചെയർമാനായിട്ട് മാറാം, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ്, അതായത് സംസ്ഥാന PSCകളുടെ ചെയർമാനായിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്ഥാനം വഹിക്കാവുന്നതാണ്. ആ പോയിന്റ് എന്ത് ചെയ്യണം? ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് ചെയർമാനും കമ്മീഷൻ അംഗങ്ങൾക്കും അവരുടെ കാലാവധിക്ക് ശേഷം എന്ത് പറ്റില്ല? കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ മറ്റു പദവികൾ വഹിക്കുവാനായിട്ട് കഴിയില്ല. പക്ഷേ UPSC അംഗങ്ങൾക്ക് വേണമെങ്കിൽ എന്തായി മാറാം? UPSC ചെയർമാനായിട്ട് മാറാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് മാറാം. ഇനി ഈ പറയുന്ന UPSC എന്ത് ചെയ്യും? എല്ലാ വർഷവും അതിന്റെ വാർഷിക റിപ്പോർട്ട് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. അപ്പോ UPSC എന്താണ്? അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആർക്കാണ്? UPSC അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി അത് എന്ത് ചെയ്യും? രാഷ്ട്രപതി അത് പാർലമെന്റിന്റെ മുമ്പിൽ സമർപ്പിക്കും. അപ്പോ ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏത് സ്വഭാവമുള്ളവയാണ്? അത് നിർബന്ധമായിട്ടും നടപ്പിലാക്കേണ്ട സ്വഭാവമുള്ള നിർദ്ദേശങ്ങളല്ല UPSC നൽകുന്നത്. UPSC നൽകുന്ന നിർദ്ദേശങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ഉപദേശക സ്വഭാവമാണ്, അഡ്വൈസറി നേച്ചർ ആണ് UPSC നൽകുന്ന എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ എന്തെന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എത്തരത്തിലുള്ളവയാണ്? അത് ഒരു ഉപദേശക സ്വഭാവമുള്ളവയാണ്, അഡ്വൈസറി നേച്ചർ ഉള്ളതാണ്. എന്താണ് കഴിഞ്ഞ എക്സാമിന് എന്താണ് ഈ UPSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിൽ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കി പഠിക്കണം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ളവയാണ്? അത് അഡ്വൈസറി നേച്ചർ ആണ്, ഉപദേശക സ്വഭാവം ഉള്ളവയാണ്. ഇനി നമ്മളപ്പോ ഇത്രയും നേരം ഭരണഘടനയിൽ എങ്ങനെയാണ് UPSCയെ കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? സംസാരിച്ചത്. ഇനി നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 1926 ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പോ UPSC എന്ന് പറയുന്നത് രൂപീകൃതമായ വർഷമാണ് 1926 ഒക്ടോബർ 1-ാം തീയതി. ധോൽപൂർ ഹൗസ്, ന്യൂഡൽഹിയിലുള്ള ധോൽപൂർ ഹൗസ് ആണ് എന്തിന്റെ ആസ്ഥാനം? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് റോസ് ബാർക്കർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് റോസ് ബാർക്കർ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ്. UPSC ചെയർമാൻ ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് HK കൃപലാനി. ആരാണ്? HK കൃപലാനിയാണ് UPSC ചെയർമാൻ ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ. PSC ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, UPSCയിൽ അംഗമായ ആദ്യത്തെ മലയാളി ആരാണ്? എന്താണ്? UPSCയിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അത് KG അടിയോടിയാണ്. KG അടിയോടിയാണ്. ഇനി UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു ആരാ? റോസ് മില്ലൻ ബാക്യു എന്ന് പറയുന്നത്. ആരാണ്? റോസ് മില്ലൻ ബാക്യു എന്ന് പറയുന്നത്. അപ്പോ
PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. എന്താണ്? UPSC രൂപീകൃതമായത് 1926 ഒക്ടോബർ 1-ാം തീയതിയാണ്. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലുള്ള ധോൽപൂർ ഭവനാണ്. UPSCയുടെ ചെയർമാൻ ആയിട്ടുള്ള റോസ് ബാൽക്കർ ആയിരുന്നു എന്ന് പറയുന്നത് UPSCയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. UPSCയുടെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് HK കൃപലാനി ആയിരുന്നു. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. എന്താണ്? UPSC അംഗമായ ആദ്യത്തെ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരമാണ് KG അടിയോടി എന്ന് പറയുന്നത്. ആരാണ്? KG അടിയോടി. ഇനി UPSCയുടെ ചെയർമാൻ ആയിട്ടുള്ള അല്ലെങ്കിൽ UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? റോസ് മില്ലൻ മാത്യു ആണ്. ആരാണ്? റോസ് മില്ലൻ മാത്യു എന്ന് പറയുന്ന വനിതയാണ് എന്ന് പറയുന്നത് UPSCയുടെ ആദ്യത്തെ വനിതാ ചെയർമാൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതല, കടമ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? കേന്ദ്ര ഗവൺമെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന ചുമതല എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നത് UPSC ആണോ? കേന്ദ്ര ഗവൺമെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആളുകളെയും റിക്രൂട്ട് ചെയ്യുന്നത് UPSC ആണോ? അല്ല. അതായത് അതിന്റെ ഏറ്റവും മുകളിലുള്ള അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും മുകളിലുള്ള തട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ആര് റിക്രൂട്ട് ചെയ്യുന്നത്? UPSC റിക്രൂട്ട് ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? IAS, IPS, IFS അങ്ങനെ പോകുന്ന IRS അങ്ങനെ തുടങ്ങുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും തലപ്പത്ത് വരുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം. അവരെ ആരാണ് റിക്രൂട്ട് ചെയ്യുന്നത്? അവരെ റിക്രൂട്ട് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന UPSC ആണ്. അതുപോലെ തന്നെ എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരെ ABCD എന്നുള്ള ഗ്രേഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഈ AB ഗ്രേഡിലുള്ള എല്ലാ ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നത് ആരാണ്? അത് UPSC തന്നെയാണ്. എന്നാൽ ഇതൊരു വലിയ സിസ്റ്റം ആയതുകൊണ്ട് എന്താണ്? UPSCക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റിൽ താഴേക്കിടയിലുള്ള ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? SSC എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. മറിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിങ്ങളുടെ ഒരു പരീക്ഷയിൽ എന്താണ് ഒരു ചോദ്യം വരികയാണ്, എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും കരുതരുത് അതെന്താണെന്ന്, അതൊരു ശരിയായ പ്രസ്താവനയാണെന്ന്. കാരണം എന്താണ്? അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. മറിച്ച് എന്താണ്? ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനം മാത്രമാണ് എന്തെന്ന് പറയുന്നത് SSC എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മോഡലിലുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് SSC എന്ന് പറയുന്നത് എന്ന് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. SSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, പിന്നെ എന്തല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുമല്ല,
സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. ഈ വ്യത്യാസം നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് എന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതെന്താണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിന്റെ കീഴിൽ വരുന്ന ഒരു ഓഫീസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബോഡി മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞുള്ളത്. UPSC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇത്രയുമാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 315 നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആർട്ടിക്കിൾ 315 പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്ത് വേണമെന്നാ പറയുന്നത്? ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കേന്ദ്രത്തിനുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് പഠിക്കണം? സ്വാഭാവികമായിട്ടും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് ഭാഗം 14 എത്രയാണ്? ഭാഗം 14. അതായത് ഞാൻ പറഞ്ഞു എന്താണ്, UPSC-യെ കുറിച്ചും സ്റ്റേറ്റ് PSC-യെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നത് ഒരൊറ്റ സ്ഥലത്താണ്. അതിന് ആർട്ടിക്കിൾ 315 എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? സ്റ്റേറ്റ് PSC-യെ കുറിച്ച് പ്രതിപാദിക്കുന്നതും എവിടെയാണ്? ഭാഗം 14 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 315 315 എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് എന്ത് വേണമെന്നാണ് നമ്മൾ പഠിച്ചത്? കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ആർട്ടിക്കിൾ 315 പഠിച്ചത്. ഒരൊറ്റ മിനിറ്റ് കേട്ടോ. അപ്പോ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14 ആർട്ടിക്കിൾ 315. എന്താണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതല അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത്? പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിലേക്ക് എന്താണ്? നിയമനം നടത്തുക എന്നുള്ള, അല്ലെങ്കിൽ നിയമനം നടത്തുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിലേക്ക്, അത് ഏത് സംസ്ഥാനമായിക്കോട്ടെ അതത് സംസ്ഥാനം അനുസരിച്ച് ആ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളിലേക്ക് എന്ത് ചെയ്യുക? അവർക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് നൽകുക എന്നുള്ള ജോലി ചെയ്യുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് PSC എന്ന് പറയുന്നത്. ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ മുകളിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇവിടെയും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ച് എന്താണ്? അവിടെ അതിനെക്കുറിച്ചൊന്നും ഭരണഘടനയിൽ എന്തായിട്ട് പറയുന്നില്ല. എത്ര അംഗങ്ങൾ വേണമെന്നോ ഒന്നും എന്താണ് ഭരണഘടനയിൽ കൃത്യമായിട്ട് പറയുന്നില്ല. മറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഗവർണർക്ക് തീരുമാനിക്കാമെന്നാണ്. UPSC-യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നത് പോലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകളെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? അത് അതത് സംസ്ഥാനങ്ങളുടെ ഗവർണർമാരിൽ എന്താണ്? നിക്ഷിപ്തമാണ്. ഇനി അപ്പോ എന്താണ്? സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് എന്താണ് അതിന്റെ അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, അതിന്റെ ചെയർമാനെ നിശ്ചയിക്കുന്നത്, ഇവരെ നിയമിക്കുന്നത് ആരായിരിക്കും? ഇവരെ നിയമിക്കുന്നത് ഗവർണർ ആയിരിക്കും. അതത് സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയിരിക്കും. മാത്രമല്ല സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള അംഗങ്ങൾ എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള അംഗങ്ങൾ അതിന്റെ ചെയർമാൻ എന്താണ്? രാജി സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? അതിന് രാജി സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? ഗവർണർക്കായിരിക്കും. അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്?
ഗവർണറാണ്. ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള അംഗങ്ങൾ അവരുടെ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? അവരുടെ രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. എന്നാൽ ഈ പറയുന്ന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും അതിന്റെ ചെയർമാനെയും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ത് ചെയ്യണം? ആ വ്യത്യാസം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. കാരണം എന്താണ്? നമ്മൾ എല്ലായിടത്തും പറഞ്ഞു എന്താണ്? അധികാരം ഗവർണർക്കാണ് എന്ന് പറഞ്ഞു. എന്നാൽ റിമൂവൽ എന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണ്? അത് രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ആ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളും അതിന്റെ ചെയർമാനും രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. എന്നാൽ ഈ പറയുന്ന സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെയും അതിന്റെ ചെയർമാനെയും നീക്കം ചെയ്യുന്നതിനുള്ള കടമ അല്ലെങ്കിൽ അതിന്റെ അധികാരം എന്നുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യയുടെ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അതായത് നമ്മൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ അംഗങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞ അതേ ഫോർമാലിറ്റി തന്നെയാണ് ഇപ്പോ നീക്കം ചെയ്യുന്നതിന് എന്താണ് നമ്മൾ പറഞ്ഞത്? അദ്ദേഹം ഒന്നില്ലെങ്കിൽ പാപ്പരായിരിക്കണം. ഈ വ്യക്തികൾ എന്തായിരിക്കണം? പാപ്പരായിരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഈ ഔദ്യോഗിക പദവി വഹിക്കുന്ന സമയത്ത് തന്നെ എന്തായിരിക്കണം? മറ്റൊരു ജോലി ചെയ്യുകയും അവിടെ നിന്ന് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്താൽ എന്താണ്? ഇവരെ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ പിന്നെ എന്താണ്? രാഷ്ട്രപതിക്ക് ബോധ്യപ്പെടണം എന്താ? ഇദ്ദേഹം ശാരീരികമായും മാനസികമായിട്ടും ഈ ജോലി ചെയ്യുവാൻ പ്രാപ്തനല്ല എന്ന് ബോധ്യപ്പെട്ടാലും എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യുവാനായിട്ട് കഴിയും. ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് പെരുമാറ്റ ദൂഷ്യം എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് ഒരു പെരുമാറ്റ ദൂഷ്യം ആരോപിച്ചുകൊണ്ടും ഈ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷെ എന്താണ് അവിടെ ഒരു പ്രശ്നമുള്ളത്? രാഷ്ട്രപതി അങ്ങനെ ഒരു പെരുമാറ്റ ദൂഷ്യം പറയുമ്പോൾ തന്നെ നീക്കം ചെയ്യുകയല്ല ചെയ്യുക, മറിച്ച് എന്താണ്? സുപ്രീം കോടതിയെ കൊണ്ട് അതിനെ കുറിച്ച് അന്വേഷിപ്പിക്കും. ഈ സുപ്രീം കോടതി അന്വേഷിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും രാഷ്ട്രപതി എന്ത് ചെയ്യുക? ഈ പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെയും അതിന്റെ ചെയർമാനെയും എന്ത് ചെയ്യുക? നീക്കം ചെയ്യുകയുള്ളൂ. മാത്രമല്ല, ഇപ്പൊ നമ്മൾ കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞില്ല, അതും ഇതിന്റെ കൂടെ ആയിട്ട് നമ്മൾ പറയുകയാണ്. ഈ കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൺസോളിഡേറ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ശമ്പളം നൽകുന്നത്. അത് UPSCയുടെ ചെയർമാനും അംഗങ്ങൾക്കുമാണെങ്കിൽ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നായിരിക്കും എന്ത് നൽകുക? ശമ്പളം നൽകുക. അത് മറിച്ച് സംസ്ഥാന PSC അംഗങ്ങളുടെയും ചെയർമാന്റെയും ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നായിരിക്കില്ല, മറിച്ച് എവിടെ നിന്നായിരിക്കും? മറിച്ച് അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നായിരിക്കും. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് എന്നാണ് അതിന് പറയുക. എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ സംസ്ഥാന PSCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സംസ്ഥാന PSCയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം വരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമോ 62 വയസ്സുമാണ്. എന്താണ്? 6 വർഷമോ 62 വയസ്സോ ആണ്. അപ്പൊ നമ്മൾ കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാര്യത്തിലായിരുന്നെങ്കിൽ അത് എങ്ങനെയായിരുന്നു? അത് 6 വർഷമോ 65 വയസ്സോ ആയിരുന്നു. എന്നാൽ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അതെന്താണ്? അത് 6 വർഷമോ 62 വയസ്സോ ഇതിലേതാണോ ആദ്യം വരുന്നത് അതായിരിക്കും എന്തായിട്ട് പരിഗണിക്കുക? അവരുടെ കാലാവധിയായിട്ട് പരിഗണിക്കുക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന കാലഘട്ടത്തിലൊന്നും
എന്തെന്ന് പറയുന്നത്, ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 62 വയസ്സായിരുന്നില്ല, മറിച്ച് എത്രയായിരുന്നു? 60 വയസ്സായിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ പ്രായം എന്നുള്ളത് 60-ൽ നിന്ന് 62 വയസ്സാക്കി മാറ്റുകയായിരുന്നു. ആ ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്രായം 60-ൽ നിന്ന് 62 മാറ്റിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 41-ാം ഭരണഘടനാ ഭേദഗതി അല്ല, അതാ 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. 1976-ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പ്രായം എന്നുള്ളത് 60-ൽ നിന്ന് 62 മാറ്റിയത്. ഇനി നോക്കുക, അപ്പോ കാലാവധി എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നീക്കം ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിയമനവും എന്താണ്, നീക്കം ചെയ്യലും രാജി സമർപ്പിക്കലും എല്ലാം പ്രസിഡന്റ് ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ വരുമ്പോൾ എന്താണ്, നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണറാണ്, രാജി സമർപ്പിക്കുന്നത് ഗവർണറാണ്. പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ആ പോയിന്റ് വ്യക്തമായിട്ട് എപ്പോഴും ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും ആ പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല നമ്മൾ പറഞ്ഞ എന്താണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അതിലെ ചെയർമാന്റെയും ഒക്കെ എന്താണ് കാലാവധി എന്ന് പറയുന്നത് 6 വർഷം 65 വയസ്സ് ഏതാണോ ആദ്യം അതാണ് എങ്കിൽ, ഇവിടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ വരുമ്പോൾ എത്രയാണ്? അത് 6 വർഷം 62 വയസ്സ്. ഇതിലേതാണോ ആദ്യം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ ആക്ടിംഗ് ചെയർമാനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ ചെയർമാൻ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ആക്ടിംഗ് ചെയർമാന്റെ ആവശ്യമുണ്ടാകും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഗവർണറാണ്. ആരാണ് ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത്? ഗവർണർ ആണ്. നമ്മൾ കേന്ദ്രത്തിൽ പറഞ്ഞ അതേ ക്ലോസുകൾ തന്നെ ഇവിടെയും ബാധകമാണ്. എന്താണ്? ഈ പറയുന്ന ചെയർമാനും മറ്റംഗങ്ങൾക്കും, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനും മറ്റ് അംഗങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ കാലാവധി പൂർത്തിയായതിനു ശേഷം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ മറ്റു ഉദ്യോഗങ്ങൾ വഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഇതിലെ ചെയർമാനും മറ്റു അംഗങ്ങൾക്കും എന്ത് സാധിക്കും? ഇതിലെ ചെയർമാനും മറ്റു അംഗങ്ങൾക്കും UPSC ചെയർമാൻ ആകാനായിട്ട് സാധിക്കും. UPSC ചെയർമാനോ അല്ലെങ്കിൽ UPSC മെമ്പറോ ആകുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ എന്താകാൻ പറ്റും? PSC ചെയർമാൻ ആകുവാൻ കഴിയും, PSC മെമ്പർ ആകുവാനൊക്കെ സാധിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോ ഈ നോട്ടിൽ കാണാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ടായിട്ട് എഴുതി വെക്കേണ്ടതാണ്. ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. പറയുന്ന ഈ കാര്യങ്ങൾ ഈ നോട്ടിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അത് നോട്ടായിട്ട് എഴുതി വെക്കണം. അപ്പൊ എന്താണ്? ചെയർമാനും മറ്റു അംഗങ്ങൾക്കും എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ മറ്റു ഉദ്യോഗം വഹിക്കാൻ കഴിയില്ല. പക്ഷെ എന്ത് പറ്റും? അവർക്ക് വേണമെങ്കിൽ UPSC ചെയർമാൻ ആകാം, UPSC മെമ്പർ ആകാം, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ എന്താണ് PSC ചെയർമാനോ PSC മെമ്പറോ ഒക്കെ ആയി മാറുവാനായിട്ട് അവർക്ക് കഴിയും. അപ്പോ ഈ സംസ്ഥാന PSC അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? സംസ്ഥാന PSC അതിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കായിരിക്കും. ഗവർണർ അത് എന്ത് ചെയ്യും? ഗവർണർ അത് സംസ്ഥാന നിയമസഭയുടെ മുമ്പാകെ സമർപ്പിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ്, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത് കൊണ്ട് കേരള PSCയുടെ പരീക്ഷയാണ് എഴുതുന്നത് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് പഠിച്ചിരിക്കണം എന്നാണ് കേരള PSC രൂപീകൃതമായത് എന്ന് പഠിച്ചിരിക്കണം. എന്നാണ് കേരള PSC രൂപീകൃതമായത്? അത് കേരള 1956 നവംബർ 1-ാം തീയതിയാണ്. എന്നാണ് 1956 നവംബർ 1. നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. ആ ഡേറ്റിന്റെ പ്രത്യേകത കൊണ്ട് എന്ത് ചെയ്യില്ല, നിങ്ങൾ ആ ഡേറ്റ് മറക്കില്ല. 1956 നവംബർ 1-ാം തീയതിയാണ് എന്ത് ചെയ്തത്? കേരള PSC എന്ന് പറയുന്നത് രൂപം കൊണ്ടത്. കേരള PSCയുടെ എന്താണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് VK വേലായുധനായിരുന്നു. ആരായിരുന്നു? VK വേലായുധനായിരുന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? കേരള PSCയുടെ UPSCയുടെയും കേരള PSCയുടെയും ഇപ്പോഴത്തെ ചെയർമാൻമാരുടെ പേരുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ
കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്കൊന്നും പരിചിതമല്ലാത്ത മറ്റൊരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. അത് ഇന്ന് ഇന്ത്യയിൽ എന്താണ് എങ്ങും തന്നെ ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. അതിന് പറയുന്ന പേര് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ്. എന്താണ്? ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, JSPSC എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് എന്താണ് പൊതുവായിട്ട് എന്താണ് ചില നിയമനങ്ങൾ നടത്തണം. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്ന സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമനം നടത്തുന്ന ഭരണഘടനാ സ്ഥാപനമാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. PSCയും UPSCയും സ്റ്റേറ്റ് PSCയും UPSCയും ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. പക്ഷേ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ സ്ഥാപനമല്ല, മറിച്ച് അതെന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. SSC എന്താണ്? SSC ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ല. പക്ഷെ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പാർലമെന്റ് നിയമം വഴി നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് സംസ്ഥാന നിയമസഭകളുടെ രണ്ടോ അതിലധികമുള്ള സംസ്ഥാന നിയമസഭകളുടെ റിക്വസ്റ്റ് പ്രകാരം എന്താണ് നിയമം വഴിയാണ് പാർലമെന്റ് എന്ത് രൂപീകരിക്കുന്നത്? ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം രൂപീകരിക്കുന്നത്. അപ്പോ പഞ്ചാബ്, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്ക് എന്താണ് കുറച്ചു കാലത്തേക്കെങ്കിലും എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന ഒരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ സംവിധാനം ഉണ്ടായിരുന്നു. ഇതിലെ അംഗങ്ങളെ നിശ്ചയിക്കുന്നത്, ഇതിന്റെ ചെയർമാനെ നിശ്ചയിക്കുന്നത് എല്ലാം രാഷ്ട്രപതി ആയിരിക്കും. കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സായിരിക്കും. രാജി സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കായിരിക്കും. നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി ആയിരിക്കും. എന്താണ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ? എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് നിയമം വഴി രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനം. സംസ്ഥാനങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ പറയുന്ന ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ പാർലമെന്റ് നിയമം വഴി നിർമ്മിക്കുന്നത്. പഞ്ചാബിനും ഹരിയാനക്കും എന്തുണ്ടായിരുന്നു? കുറച്ചു കാലത്തേക്കാണെങ്കിലും എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന ഒരു ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരായിരിക്കും? അതും രാഷ്ട്രപതിയാണ്. ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം 62 വയസ്സ്. അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിക്ക് തുല്യമാണ് ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്തെന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? അതായത് നിയമനവും നീക്കം ചെയ്യലും ഒക്കെ UPSCക്കും തുല്യമാണ്. ഇനി എന്നാൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കല്ല? രാഷ്ട്രപതിക്കല്ല. നിയമനവും നീക്കം ചെയ്യലും രാജി സമർപ്പണവും എല്ലാം ആർക്കാണ്? ഈ പറയുന്ന പ്രസിഡന്റ് ആണ്. എന്നാൽ ഇതിന്റെ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രപതിക്കല്ല, മറിച്ച് ആർക്കാണ്? അതത് സംസ്ഥാനങ്ങളുടെ ഗവർണർമാർക്കാണ്. ഇപ്പോ 2 സംസ്ഥാനങ്ങൾ കമ്പൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ 2 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ടാവും? ഓരോ ഗവർണർമാരുണ്ടാവും. ഈ 2 ഗവർണർമാർക്കുമാണ് എന്ത് സമർപ്പിക്കുന്നത്? ഈ 2 ഗവർണർമാർക്കുമാണ് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഈ ഗവർണർമാർ എന്ത് ചെയ്യും? ഈ ഗവർണർമാർ ഇത് എന്ത് ചെയ്യും? ഇത് അവർ ഓരോ നിയമസഭകളിലും എന്ത് ചെയ്യും? അവരുടെ നിയമസഭകളിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമ്മളുടെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഭാഗം 14 315 മുതൽ 323 വരെയാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ 2 ആർട്ടിക്കിളുകൾ പറഞ്ഞു. ആർട്ടിക്കിൾ 315, ആർട്ടിക്കിൾ 320. ആർട്ടിക്കിൾ 315 കേന്ദ്ര സംസ്ഥാനത്തിന് എന്താണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാകണമെന്നും
320 അതിന്റെ ചുമതലകളെ കുറിച്ചും പറയുന്നു. ഒരു ആർട്ടിക്കിൾ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ 323. ആർട്ടിക്കിൾ 323 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 323 എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്. അപ്പോ ഇതോടുകൂടി എന്താണ്? ഇതോടുകൂടി നമ്മൾ എന്താണ് UPSC എന്ന് പറയുന്ന അല്ലെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള നമ്മളുടെ ക്ലാസ് എന്ത് ചെയ്യുകയാണ്? ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പക്ഷെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗം എന്താണ്? മിക്കവാറും അടുത്ത ക്ലാസ്സോട് കൂടി എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു 2-3 സ്ഥാപനങ്ങൾ കൂടിയേ ഉള്ളൂ നമുക്ക് പഠിക്കുവാനായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭരണഘടനയിൽ പുതിയ ഒരു വിഷയത്തിലേക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? കിടക്കുന്നതായിരിക്കും. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എണ്ണം കുറഞ്ഞു വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. എന്നാലും എന്ത് ചെയ്യുക? ഉള്ള ആളുകൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ജോലി കിട്ടുവാനായിട്ട് എന്ത് ചെയ്യുക? കഠിന പ്രയത്നം ചെയ്യുക. എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? ആശംസകൾ നേരുന്നു. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.